IAS ട്രെയിനിങ് ആയിട്ട് മസൂറിയിൽ പോയി അല്ലേ? ആ കാലത്തെ ഒരു അനുഭവങ്ങളൊന്ന് പറയാമോ സാർ? ഒരു പ്രത്യേക അന്തരീക്ഷമാണത്. ഈ തോമസ് മാൻ്റെ മാജിക് മൗണ്ടൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ ഹിമാലയ സാനുവിൽ 8000 അടി പൊക്കത്തിലൊക്കെ ആണല്ലോ. ഞങ്ങളവിടെ ഒരു ഓണാഘോഷം നടത്തി. ആ ഓണാഘോഷം നടത്തിയ അന്ന് ഒരു സദ്യ ഉണ്ടാക്കി. ആ സദ്യ അവിടെ ഒരു രാമൻ നായർ എന്നൊരു കുക്കുണ്ടായിരുന്നു മെസ്സിൽ. അയാൾ മലയാളിയാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ അയാളെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. അത് നോർത്ത് ഇന്ത്യൻസ് വലിയ ബഹളം ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് ചപ്പാത്തി ഒന്നും കിട്ടില്ല, ഈ നമ്മുടെ ചോറും പരിപ്പും സാമ്പാറും. അപ്പോൾ ബേസിക് ഡയറ്റ് മാറി എന്നുള്ളതായിരുന്നു കേസ്. ഇന്ത്യയിൽ അങ്ങനെ ബേസിക് ഡയറ്റ് ഇല്ലയെന്ന് ഞങ്ങൾ. പിന്നെ അവസാനം ബേസിക് ഡയറ്റ് ഈ ചപ്പാത്തിയും പരിപ്പുമാണ് എന്നുള്ള തരത്തിലൊരു തീരുമാനമായി. അതിനകത്തുള്ള ഏറ്റവും കൗതുകകരമായ കാര്യം, അതിൻ്റെ മുൻപിൽ നിന്ന് വഴക്കുണ്ടാക്കിയ നേതൃസ്ഥാനീയനായിരുന്ന ഒരാൾ കേരളത്തിലേക്ക് അലോട്ട് ചെയ്യുന്ന ഓർഡർ അതിൻ്റെ പിറ്റേ ദിവസമാണ് വന്നത്. ഈ ഓണം കഴിഞ്ഞപ്പോഴാണ് അലോട്ട്മെൻറ്റ് ഓർഡർ വന്നത്. അപ്പോഴാണ് ഇയാളെ കേരളത്തിലേക്ക് അലോട്ട് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നമ്മളോട് വലിയ സ്നേഹവും ഇവിടെ കഴിച്ചുകൂട്ടി പോട്ടെ. സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ശരിക്കും ആണെങ്കിൽ ഇപ്പോൾ സാറ് ഒരുപാട് വ്യക്തികളായിട്ട് ബന്ധപ്പെടുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ മന്ത്രിമാർ, മുഖ്യമന്ത്രി, അതുപോലെ തന്നെ എല്ലാ കാറ്റഗറിയിലും പെടുന്ന ആൾക്കാർ. അതുപോലെ തന്നെയാണ് സാറിൻ്റെ കൂടെ സാറിൻ്റെ എന്താ പറയുക ഓഫീസിലുള്ള ഈ ഡഫേദാർ അങ്ങനെയുള്ള സാധാരണ പേഴ്സണൽ സ്റ്റാഫിൽ കുറേ ആൾക്കാരുണ്ട്. അതിൽ ചില ആൾക്കാരെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ സാറിൻ്റെ ജീവിതത്തിലും അങ്ങനെ കുറേ ആൾക്കാർ കടന്നു വന്നിട്ടുണ്ടാവും അല്ലേ? ഓ, ധാരാളമുണ്ട്. എൻ്റെ പേഴ്സണൽ സ്റ്റാഫൊക്കെ ഒരു കുടുംബത്തെ പോലെ കഴിഞ്ഞവരാണ്. അത് പാലക്കാട്ടും ഇടുക്കിയിലും ഇരുന്നിടത്തൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ സാറിൻ്റെ കൂടെ കുറേ കാലം ഉണ്ടായിരുന്ന ഒരു ഡഫേദാർ ഇപ്പോൾ നമ്മളിപ്പോൾ അതിഥിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. തിരുമേനിന്ന് സാറൊക്കെ വിളിച്ചത്. അതെ അതെ, ഇടുക്കി. അതെ അതെ, ഇടുക്കിയിലായിരുന്നു അദ്ദേഹം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാം. അടുത്തതായി ഈ വേദിയിലേക്ക് എത്തുന്നു ബാബു പോൾ സാറിൻ്റെ ഡഫേദാറായിരുന്ന ശ്രീ നീലകണ്ഠൻ നമ്പൂതിരി. കണ്ടിട്ടില്ല. സാറിനെ കാണുമായിരിക്കും. ഞങ്ങൾ എനിക്കെന്ന മാസം 5000 കിലോമീറ്റർ യാത്രയുണ്ട് ഹൈ റേഞ്ചിലൊക്കെ താമസമുള്ളപ്പോൾ. ഡഫേദാർ പറഞ്ഞാൽ കളക്ടർ ഓൾട്ടർ ഈഗോ എന്ന് പറഞ്ഞ പോലെ എപ്പോഴും കൂടെ ഉള്ള ആളാണ്. അങ്ങനെ തിരുമേനി 4 വർഷം സ്ഥിരമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും കാണും. എവിടെ പോകുമ്പോഴും ഉണ്ടാവും. 4 വർഷവും മറക്കാൻ പറ്റില്ല. മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി ശിക്ഷിച്ചും ഒക്കെ കാര്യം നടന്നു. സാറല്ല, മാന്യമായി സൗമ്യമായി നല്ല ഭാഷയിൽ സംസാരിച്ച് അതിൻ്റെ ഇരട്ടി കാര്യം നേടുകയും ചെയ്യും. ആണോ? അത് ശരി. അന്നത്തെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഓർക്കാവുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടോ? സാറിനോട് ചോദിച്ചു, തിരുവേനി മലബാറിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞാൽ പോയിട്ടില്ല. ഞാൻ നാളെ പോകുന്നുണ്ട്. മിനിസ്റ്റർ വെള്ളം അയച്ചിട്ട് സാറേ ഒരു കോൺഫറൻസ് വെച്ചിട്ട് പോവുകയാണ്, വന്നോളാം പോയി. അവിടെ ചെന്നു കോൺഫറൻസ് എല്ലാം കഴിഞ്ഞു. മലമ്പുഴ ഡാമിലോട്ട്. അപ്പം എന്നോട് പറഞ്ഞത് ഡാമും മറ്റേ ആ യക്ഷിനൊക്കെ കാട്ടിത്തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് ഞായറാഴ്ച ചെയ്ത് മറന്നും പോയി സാർ. പിന്നെ പറഞ്ഞു കാണാനൊന്നും പറ്റും തോന്നില്ല, കയറി നോക്ക്. ഞായറാഴ്ച അത് ഗേറ്റിൽ ചെന്നപ്പോൾ അത് ഗേറ്റ് വിടുക ഇല്ല. പിന്നെ സാറിൻ്റെ ആൾക്കാരാണെന്ന് തോന്നുമ്പോൾ കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ കയറി നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മറ്റേ കറണ്ടും വന്നു, ലൈറ്റും തെളിഞ്ഞു, ഫൗണ്ടനും വർക്ക് ചെയ്ത് എല്ലാം കണ്ടു. കുറേയൊക്കെ കണ്ട് തിരിച്ചു വന്നു. അപ്പോൾ സാറ് പറയാം ഇവിടെ വന്നപ്പോൾ കണ്ടു കുറേയൊക്കെ കണ്ടു. പിന്നെ സാറ് വെയിറ്റ് ചെയ്യുകയാണല്ലോ എന്ന് തിരിഞ്ഞ് പോകുന്നു എന്ന് പറഞ്ഞു. അതെ, എൻ്റെ ഒരു ഫ്രണ്ട് അവിടുത്തെ കളക്ടർ. ഞാൻ അങ്ങനോട് പറഞ്ഞു ഒരു തിരുമേനി ഞാൻ കൂടെ തന്നെ അന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് വേണ്ടി ഫൗണ്ടനൊക്കെ ഓൺ ചെയ്തത് അല്ലേ? ശരി ശരി. സാറ് പറഞ്ഞതാ. ശരി ശരി. ഇവരൊക്കെ എന്നോടൊരു ഫാമിലി പോലെ ആയിരുന്നു. എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് എപ്പോഴും. ഒരു സ്റ്റെനോഗ്രാഫർ ഇളയതുണ്ടായിരുന്നു. എന്നെപ്പോലെ തന്നെ റാങ്ക് വാങ്ങിച്ച് SSLC ജയിച്ച ആളാണ്. കോളേജിൽ പോകാനുള്ള സാമ്പത്തിക സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കോളേജിൽ പോകാതെ സ്റ്റെനോഗ്രാഫി പഠിച്ച് സ്റ്റെനോഗ്രാഫറായി. കളക്ടറെ ക്യാമ്പ് ക്ലർക്കായി. വീണ്ടും എടുക്കാൻ. പക്ഷെ പെൻഷനായ ഉടനെ മരിച്ചു. ഡെറ്റീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫെയർ അടിച്ചാൽ കൈ കൊടുക്കുന്നത്. ഡ്രാഫ്റ്റും തിരുത്തൊന്നും വേണ്ടിയില്ല. ഏതായാലും ഇപ്പോഴും ആ ബന്ധം തുടരുന്നത് വലിയ കാര്യമാണ്. സാധാരണ അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഈ 74 അവിടെ ഒരു ഉരുൾപൊട്ടൽ സംഭവമൊക്കെ ഉണ്ടായി. സാറ് പോയി കണ്ടു.
അവർ റേഷനൊക്കെ കൊടുക്കാൻ പറഞ്ഞു, നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ പറഞ്ഞു, വേണ്ട സഹായമൊക്കെ ചെയ്തു, മറ്റൊരു താമസിപ്പിച്ചു ഒക്കെ കഴിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ മെമ്പർ വരും. അപ്പോൾ സാറ് പോണം കൂടെ. അപ്പോൾ സാറ് പറഞ്ഞു, എനിക്കിവിടെ സ്റ്റാഫ് സെലക്ഷനുണ്ട് 2 കോളേജിൽ, എന്നിട്ട് ഞാൻ ഒരാളിനെ വിടാം എന്ന് പറഞ്ഞു. എന്നെ 4 ഡെപ്യൂട്ടി കളക്ടർമാരുണ്ട്, ഒരു ADC ഉണ്ട്, ഇൻഫർമേഷൻ ഓഫീസറുണ്ട്. എന്നിട്ട് എന്നെയാണ് വിളിപ്പിച്ചത്. പഴയ കഥകൾ സന്തോഷം. അങ്ങനെ ഓരോരുത്തർ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ഏതായാലും ഇതിന് വന്നതിൽ വളരെയധികം സന്തോഷം കേട്ടോ. ഓക്കെ.